നമസ്കാരം മാം. ഇന്നത്തെ കാലത്ത് സാധാരണ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് മാം എന്താണ് പറയാനുള്ളത്? നമുക്ക് കൂടുതൽ വരുന്ന പരാതികൾ സ്ത്രീകളുടേതാണ്. അതിനകത്ത് അവർ കൂടുതൽ അവർക്ക് ഹസ്ബൻഡുമായിട്ടുള്ള വിഷയങ്ങൾ നോക്കിയാൽ ഈ മദ്യപാന പ്രശ്നമുണ്ട്. പിന്നെ മൊബൈൽ ഫോണിൻ്റെ ഒരു യൂസ് അറിയാമല്ലോ. ഇപ്പോൾ സ്ത്രീകളുടെ ആണെങ്കിലും പുരുഷന്മാരുടെ ആണെങ്കിലും യൂസ് ഭയങ്കരമായിട്ട് പിന്നെ കൂടിയിരിക്കുകയാണ്. അപ്പം ഇല്ലീഗൽ റിലേഷൻഷിപ്പിൻ്റെ ഒരു പ്രശ്നങ്ങൾ കൂടുതലായിട്ട് നേരിടുന്നുണ്ട്. സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരുടെയും പ്രശ്നമാണ്. അതായത് ദാമ്പത്യ ബന്ധത്തിലാണെങ്കിൽ പോലും ഒരു ഫോണിൻ്റെ അമിതമായ ഉപയോഗം മൂലം ഇല്ലീഗൽ റിലേഷൻഷിപ്പ് വരുന്നത് ഒരു സ്ത്രീകൾക്ക് കൂടുതലായിട്ട് നമുക്ക് വരുന്ന പരാതികളെ കൂടുതലായിട്ട് കാണുന്നൊരു പ്രശ്നമാണ്. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ ഇത് തന്നെ അതായത് പഠിക്കുന്ന സമയത്തുള്ള കുട്ടികളുടെ പെൺകുട്ടികളിലാണെങ്കിലും ഇതിൻ്റെ ഒരു യൂസ് മൂലം അവരുടെ ഭാവിയെ തകരുന്ന രീതിയിലേക്കൊരു റിലേഷൻഷിപ്പ്, അത് ഏത് തരം റിലേഷൻഷിപ്പാണ്, അതിനകത്തൊരു നല്ല റിലേഷൻഷിപ്പാണോ എന്ന് മനസ്സിലാക്കാനുള്ള പക്വത എത്തുന്നതിന് മുമ്പ് കുട്ടികൾ അങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ പോയി ഭാവി തകർന്ന് ഒരു വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വിഷയം കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് വരുന്ന പ്രശ്നങ്ങൾ. പിന്നെ ഇപ്പോൾ പണ്ടത്തെ കാലം പോലെയല്ല, അത്യാവശ്യം എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്, സ്വന്തമായിട്ട് അധ്വാനിച്ച് ഏൺ ചെയ്യാൻ പറ്റുന്നവരാണ് കുട്ടികൾ. അപ്പം ഇത് അവർ ഇതിനകത്തേക്ക് കൂടുതലായിട്ട് അവർ പരാതികൾ വരുന്നുണ്ട്. അപ്പോൾ അവർ പണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പഴയ കാലത്ത് ആരും അതിനെപ്പറ്റി ഇങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനിൽ വന്ന് കംപ്ലൈൻറ്റ് പറയാനോ ഒന്നും വില്ലിങ് ആയിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, എല്ലാവരും കുറച്ചുകൂടെ പരാതികൾ പറയാനും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനും ശ്രമിക്കുന്നുണ്ട്. സർവീസിൽ കയറിയ സമയത്തോട് നോക്കുകയാണെങ്കിൽ അന്ന് ഇന്നും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ ക്രൈം റേറ്റിൽ? ഞാനിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. പണ്ട് എനിക്ക് തോന്നുന്നു ക്രൈമൊക്കെ ഉണ്ടായിരുന്നു. ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ഇപ്പോൾ വീടിനുള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും അനുഭവിക്കുന്ന ഇഷ്യൂസൊക്കെ പണ്ടേ ഉള്ളതാണ്. പക്ഷേ അത് എക്സ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ തുറന്ന് പറയുന്നതിൻ്റെ ഒരു അളവ് കൂടിയിട്ടുണ്ട്. അതായത് പണ്ട് എല്ലാവരും അത് പറയാനായിട്ട് മടിച്ചിരുന്ന് ഇപ്പോൾ പക്ഷേ അത് അവർ സഫർ ചെയ്യാതെ എനിക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് എനിക്ക് സോൾവ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് അതിനൊരു നടപടി വേണം, നീതി വേണം എന്ന് കരുതി അത് കൂടുതലായിട്ട് പറയുന്നവരാണ് കൂടുതൽ. അതായത് ഇതിൻ്റെ റേറ്റ്, കംപ്ലയിൻറ്റ്സ് പറയുന്നതിൻ്റെ അല്ലെങ്കിൽ കേസ് എടുക്കുന്നതിൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. മുൻപ് ഇത് ക്രൈം ഇല്ലാതിരുന്നു എന്നുള്ളതല്ല, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അത് കൂടുതൽ അവർ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മാം സർവീസിന് കയറിയതിനു ശേഷം ഉണ്ടായിരുന്നെങ്കിലും അനുഭവം പങ്കുവയ്ക്കാം. സ്ത്രീ എന്നുള്ള നിലയിലാണ് എനിക്ക് ചോദിക്കുന്നത്. നമുക്കറിയാം, എൻ്റെ പോസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് വെല്ലുവിളികൾ നിറഞ്ഞ പോസ്റ്റാണ്. നമ്മൾ കൂടുതൽ സമയം ഓഫീസിൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു 10 to 5 ടൈം അല്ലല്ലോ, 24 hour വർക്ക് ചെയ്യേണ്ടതാണ്. സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങളുണ്ടാവും. എൻ്റെ ഫാമിലിയിൽ എനിക്ക് സപ്പോർട്ടുണ്ട്, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷെ ഇപ്പോൾ കുഞ്ഞൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് നമുക്ക് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അല്ലാതെ സ്ത്രീ എന്നുള്ള നിലയിൽ നമ്മുടെ ജോലിയെ വെച്ച് നമ്മുടെ സഹപ്രവർത്തകരാരും നമ്മളോട് അന്ന് മോശമായിട്ട് പെരുമാറുകയോ അല്ലെങ്കിൽ ഒരു പുരുഷൻ SI ആവുന്നു അല്ലെങ്കിൽ CA ആവുന്നു അങ്ങനെ രീതിയിലൊന്നും ഇതുവരെ എനിക്കുണ്ടായിട്ടില്ല. പിന്നെ നമ്മുടെ സഹപ്രവർത്തകർ, ഞാനൊരു ലോക്കൽ സ്റ്റേഷനിൽ ജോലി ചെയ്ത് 1.5 വർഷത്തോളം എല്ലാം എൻ്റെ SI ആയിട്ടിരുന്നതാണ്. അപ്പോഴും നമ്മുടെ പുരുഷന്മാരായ സഹപ്രവർത്തകരാണ് നമ്മളെ പുറകിൽ നിന്ന് നമ്മളെല്ലാം സപ്പോർട്ട് ചെയ്ത് മുന്നിൽ നിന്ന് നയിക്കാനുള്ള എനിക്കൊരു ഊർജ്ജം തന്നത് അവർ തന്നെയാണ്. അപ്പോൾ അതിനകത്ത് എനിക്കൊരു വേർതിരിവ് തോന്നിയിട്ടില്ല. അല്ലാതെ ഒരുപാട് അനുഭവങ്ങൾ പറയാനുള്ള അത്രയും വർഷമായില്ല. ഞാൻ സർവീസിൽ കയറിയിട്ട് 5 വർഷമായിട്ടുള്ളൂ. പോലീസ് സർവീസിൽ കയറിയിട്ട് 5 വർഷമായിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് വലിയ എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല. എനിക്ക് സഹപ്രവർത്തകരിൽ നിന്ന് വേറെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മുടെ ജോലി ഇതായതുകൊണ്ട് പബ്ലിക്കുമായിട്ട് ഇടപെടുന്ന സമയത്ത് ഇഷ്ടംപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് കണ്ട് അതപ്പോൾ വിടുക എന്നുള്ളതാണ് എൻ്റെ ഒരു തീരുമാനം. വനിതാ ദിനമായ ഇന്ന് പുതിയ തലമുറയിലെ പെൺകുട്ടികളോട് മാമിന് എന്ത് മെസ്സേജാണ് കൊടുക്കാം? വനിതാ ദിനം എന്നുള്ളൊരു ദിനത്തിലേക്ക് മാത്രമല്ല, നമ്മൾ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ വളരെ പവർഫുള്ളാണ്, വളരെ കപ്പാസിറ്റി ഉള്ളവരാണ്. 2 കൈ കൊണ്ട് ഒരേ സമയം ജോലി ചെയ്യാൻ പറ്റുന്ന നല്ല ഐക്യമുള്ള ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള സൃഷ്ടിയാണ്. അപ്പം അതിൽ നമ്മൾ അഭിമാനം കൊള്ളുക. നമുക്ക് എപ്പോഴും ഒരു പ്രതീക്ഷ, ഭാവിയിലേക്കുള്ളൊരു പ്രതീക്ഷ ഉണ്ടാവണം.
ഒരു അംബീഷൻ ഉണ്ടാവണം. ഞാൻ എന്തായി തീരണം, എനിക്ക് പഠിച്ച് ജോലി മേടിച്ച് നല്ലൊരു ഫാമിലി ലൈഫ്, എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവണം, സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി ആവണം, നല്ലൊരു പേഴ്സൺ ആവണം, നല്ലൊരു വ്യക്തിയാവുക എന്നൊക്കെയുള്ള ഒരു നല്ല ചിന്തകളോടുകൂടെ ജീവിക്കുന്ന ഒരാൾക്ക്, നല്ല പിന്നെ അംബീഷനോടുകൂടെ ജീവിക്കുന്ന ഒരാൾക്ക് എല്ലാ ഉയർച്ചയും ഉണ്ടാവും. ഞാനൊരു വളരെ സാധാരണ ഫാമിലിയിൽ നിന്ന് വന്ന വ്യക്തിയാണ്. എൻ്റെ 32ാമത്തെ വയസ്സിലാണ് ഞാൻ ഈ സർവീസിൽ കയറുന്നത്. അപ്പോൾ അത്രയും ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക്, എന്നെപ്പോലുള്ള ഒരാൾക്ക് ഫിസിക്കൽ ഫിറ്റ്നസ്സും ഒക്കെ ആയിട്ട് ഇതിലേക്ക് വരാൻ പറ്റുമെങ്കിൽ എല്ലാവർക്കും സാധിക്കും. എത്ര ഏജുള്ള, എന്തെങ്കിലും നല്ല 40 വയസ്സിനടുത്ത ഏജുള്ളവർ ഞങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്നു. അപ്പോൾ സ്ത്രീകൾ കൊണ്ട് സാധിക്കാത്ത ഒന്നുമില്ല. ഒരു വനിതാ ദിനം എന്നുള്ളതിനേക്കാൾ ഉപരി എപ്പോഴും സ്ത്രീയായതിൽ അഭിമാനം കൊള്ളുന്നൊരു വ്യക്തിയാണ് ഞാൻ. നമ്മൾ പിന്നെ നമ്മുടെ കഴിവുകൾ കണ്ടെത്തുക, അതിന് മാക്സിമം അത് ഉപയോഗിക്കുക, നല്ല വ്യക്തികളായിട്ട് മാറാൻ ശ്രമിക്കുക.